യുഎസിലേക്ക് കുടിയേറി നിയമപരമായ സ്ഥിരതാമസക്കാരനാകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളൊരു സമ്പന്നനാണെങ്കിൽ ഇത് അതിവേഗത്തിൽ തന്നെ യാഥാർത്ഥ്യമാക്കാനുള്ള പുതിയ മാർഗം തുറന്നിരിക്കുകയാണ് യുഎസ് ഭരണകൂടം. ട്രംപ് ഗോൾഡ് കാർഡ് എന്ന പുതിയ കുടിയേറ്റ പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ട്രംപ് ഒപ്പുവെച്ചതോടെ ട്രംപ് ഗോൾഡ് കാർഡ് പ്രാബല്യത്തിൽ വന്നു. ഖജനാവിലേക്ക് കോടികൾ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി നിലവിലെ നിയമപരമായ കുടിയേറ്റ സംവിധാനത്തിന്റെ പരിഷ്കരണം കൂടിയാണ്. സമ്പന്നരായ വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും യുഎസിൽ അതിവേഗം സ്ഥിരതാമസത്തിനുള്ള അവസരമൊരുക്കുന്ന പുതിയ കുടിയേറ്റ പദ്ധതിയാണ് ട്രംപ് ഗോൾഡ് കാർഡ്. വ്യക്തികൾക്ക് $10 ലക്ഷം, കോർപ്പറേറ്റുകൾക്ക് ജീവനക്കാരന് $20 ലക്ഷം ഈ പദ്ധതിയുടെ നിരക്ക്. അപേക്ഷകരെ സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം നിലവിലുള്ള EB-1 അല്ലെങ്കിൽ EB-2 വിസ വിഭാഗങ്ങളിൽപ്പെടുത്തി സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകും. ട്രംപ് ഗോൾഡ് കാർഡ് വഴി ശതകോടിക്കണക്കിന് ഡോളർ വരുമാനം ഉണ്ടാകുമെന്നും അത് നികുതി കുറയ്ക്കുന്നതിനും കടം വീട്ടുന്നതിനും മറ്റ് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ജനതയും അമേരിക്കൻ നികുതിദായകരും നമ്മുടെ നിയമപരമായ കുടിയേറ്റ സംവിധാനത്തിൽ നിന്ന് പ്രയോജനം നേടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതിയിലൂടെ $100 ബില്യൺ വരുമാനം നേടാൻ കഴിയുമെന്ന് US വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കും പറഞ്ഞു. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളിലെ പ്രധാന മാറ്റമാണ് ട്രംപ് ഗോൾഡ് കാർഡ്. ഉയർന്ന ആസ്തിയുള്ള വ്യക്തികൾക്ക് സാമ്പത്തിക സഹായത്തിലൂടെ സ്ഥിരതാമസത്തിനുള്ള വഴിയാണ് ട്രംപ് ഗോൾഡ് കാർഡ് തുറക്കുന്നത്. കാർഡിന്റെ രൂപകൽപ്പനയിൽ ട്രംപിന്റെ ചിത്രം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അമേരിക്കൻ പതാക എന്നിവ ഉൾപ്പെടുന്നു. ഇടതുവശത്ത് ട്രംപ് ഗോൾഡ് കാർഡെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ട്രംപ് ഗോൾഡ് കാർഡിനെ കുറിച്ച് വിശദമായി നോക്കാം. യുഎസിന് ഗണ്യമായ നേട്ടം നൽകാനുള്ള ഒരു വ്യക്തിയുടെ കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ള വിസയാണ് ട്രംപ് ഗോൾഡ് കാർഡ്. ഇതിന് അപേക്ഷിക്കുന്നയാൾ പ്രോസസ്സിംഗ് ഫീസ് നൽകണം. അതിനുശേഷം അപേക്ഷകൻ സമയബന്ധിതമായി അധിക രേഖകൾ സമർപ്പിക്കണം. തുടർന്ന് വിസ പ്രോസസ്സിംഗ് നടക്കും. അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഒരു വ്യക്തി $10 ലക്ഷം നൽകണം. കോർപ്പറേറ്റുകൾക്ക് ഒന്നോ അതിലധികമോ ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ അനുവദിക്കുന്ന പദ്ധതിയാണ് ട്രംപ് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡ്. ഇതിനപേക്ഷിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനം ഓരോ ജീവനക്കാരനും വീതം പ്രോസസ്സിംഗ് ഫീസ് നൽകണം. ജീവനക്കാരന്റെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഒരു ജീവനക്കാരന് $2 മില്യൺ നൽകണം. ഇത്തരത്തിൽ സ്പോൺസർ ചെയ്യുന്ന ആളുടെ കാലാവധി അവസാനിച്ച് മറ്റൊരാളെ സ്പോൺസർ ചെയ്യുമ്പോൾ വീണ്ടും തുക നൽകേണ്ട ആവശ്യമില്ല. അതേസമയം ട്രംപ് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡിന് ഒരു ചെറിയ വാർഷിക മെയിൻ്റനൻസ് ഫീസും ട്രാൻസ്ഫർ ഫീസും ബാധകമാണ്. നിയമപരമായ സ്ഥിരതാമസത്തിന് അർഹതയുള്ളവരും യുഎസിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളവർക്കും അപേക്ഷ സമർപ്പിക്കാം. കൂടാതെ വിസയും ലഭ്യമായിരിക്കണം. കാർഡുടമ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ, ക്രിമിനൽ പ്രവർത്തനങ്ങൾ, തട്ടിപ്പ്, തെറ്റായ വിവരങ്ങൾ നൽകൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, വിസയുടെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ കാർഡ് റദ്ദാക്കാം. ട്രംപ് ഗോൾഡ് കാർഡിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് നോക്കാം. trumpcard.gov എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. അപ്ലൈ നൗ എന്ന ഭാഗത്ത് പേര് വിവരങ്ങൾ നൽകുക. അപേക്ഷാ ഫീസ് അടയ്ക്കുക. തുടർന്ന് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക. US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി എന്നീ ഏജൻസികൾ അപേക്ഷകരുടെ വിവരങ്ങൾ പരിശോധിക്കും. അപേക്ഷ അംഗീകരിച്ചാൽ $10 ലക്ഷം US സർക്കാരിന് നൽകണം. എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം അപേക്ഷകന് EB-1 അല്ലെങ്കിൽ EB-2 വിസ പ്രകാരം സ്ഥിരതാമസ അനുമതി ലഭിക്കും. തുടർന്ന് ട്രംപ് ഗോൾഡ് കാർഡ് നൽകും. ട്രംപ് ഗോൾഡ് കാർഡിന് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യതകൾ കൂടി നോക്കാം. US ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രകാരം നിയമപരമായ സ്ഥിരതാമസത്തിന് അർഹനായിരിക്കണം. യുഎസിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളവരായിരിക്കണം. അപേക്ഷിക്കുന്ന സമയത്ത് വിസ നമ്പർ ലഭ്യമായിരിക്കണം. $10 ലക്ഷം സംഭാവന നൽകണം. അതേസമയം ട്രംപ് ഭരണകൂടം ഉടൻ തന്നെ ട്രംപ് പ്ലാറ്റിനം കാർഡ് അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇതിന് $50 ലക്ഷം വില. ഈ കാർഡ് ഉടമകൾക്ക് വർഷത്തിൽ 270 ദിവസം വരെ യുഎസിൽ താമസിക്കാം. കൂടാതെ US ഇതര വരുമാനത്തിൽ നികുതി നൽകേണ്ടതില്ല.